കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പേരുതിപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പു. 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര കാറ്റും മഴയാണ്. ഇന്നിപ്പോൾ കാറ്റ് കുറവായിരുന്നു, നല്ല മഴയാണ്. ഇന്നലെ ഈ സമയമായപ്പം മഴ ചാടിയതുള്ളൂ, ഇത്ര മഴ പോലും ഇല്ലായിരുന്നു. അപ്പം മഴയത്ത് നിന്നിട്ട് ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിച്ചു, നല്ല സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയത്ത് സ്വിമ്മൊക്കെ ചെയ്തു. സ്വിമ്മ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ. അപ്പൊ പൂനെയുടെ ഇത് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ 11-ാം തീയതി തൊട്ട് തണ്ടർ സ്റ്റോമും അതുപോലെ തന്നെ കൊടുങ്കാറ്റ്. ഇവിടെ കാറ്റ് വരുമ്പോൾ ഭയങ്കര ശബ്ദത്തോടു കൂടിയ ഭയങ്കര വയലന്റ് കാറ്റാണ് കേട്ടോ. ഏതൊക്കെയോ വീഴുന്നുണ്ട്, എനിക്ക് തോന്നുന്ന ഇടിയുടെ ഒക്കെ ശബ്ദം കേട്ടോ. ഇന്നെന്തായാലും കളിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഈ സൺഡേ ആണ് ഞങ്ങളുടെ മാച്ച്. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ഗേൾസും അതുപോലെ തന്നെ വേറൊരു ഫ്ലാറ്റ് ഉണ്ട് ഇതിന് തൊട്ടടുത്ത്. അവിടുത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ആ ബിൽഡിങ്സ് എല്ലാം സെലക്റ്റീവായിട്ടുള്ള ഗേൾസ് വിമൻസ് ക്രിക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടാണ്, ഞങ്ങൾ 2 ടീംസാണ് ഏറ്റുമുട്ടുന്നത്. ഇവിടെ തൊട്ടടുത്തൊരു ടർഫുണ്ട്, അവിടെയാണ് മത്സരം. ഞങ്ങളാണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ടർഫിൽ 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ വെറുതെ നിന്ന് കളിക്കുന്ന ടർഫിൽ പ്രാക്ടീസ് നിന്ന് വ്യത്യാസമുണ്ട്. പിന്നെ അതിൻ്റെ ഈ റൂൾസും ഒക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും പറയുന്നത് ഒരു എക്സാം എഴുതാൻ പോകുന്ന ടെൻഷനിലാണ് എല്ലാവരും എന്നാണ് പറയുന്നത്. ചിലവരൊക്കെ മഴയത്ത് നിന്ന് കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ കേട്ടോ, അടിപൊളി. ഇന്നലെ പക്ഷേ ഞാൻ പറഞ്ഞ മഴയത്ത് നിന്ന് കളിച്ച് ഭയങ്കര ഫീലായിരുന്നു. ഇന്ന് ഇടിയും കൂടെ ഉള്ളതുകൊണ്ടേ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങൾ റെഡിയാണ് എല്ലാ സാഹചര്യത്തിലും നിന്ന് കളിക്കാറൊക്കെ. എല്ലാവരും ഭയങ്കര ടീം സ്പിരിറ്റൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി വെള്ളമാണ് ഇവിടുത്തെ. ഇന്ന് കാറ്റ് കുറവായിരുന്നു കേട്ടോ, ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു. ഒരു ചൂളം വിളിയോട് കൂടിയായി ഇവിടുത്തെ കാറ്റ് വരുന്നത്. എനിക്ക് പേടി വരും കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ആ കാണുന്നൊരു കാക്കക്കൂടാണ് കേട്ടോ. കണ്ടോ, കാക്കയുണ്ട് അതിനകത്ത്, കുട്ടികളും ഒക്കെ ഉണ്ട്. കാക്കക്കൂടാണ്. കാക്ക തന്നെ മക്കളെ മുട്ടയും കുഞ്ഞിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ ഇരിപ്പിരിക്കുന്നുണ്ടാ ഒരു ഉണങ്ങിയ മരത്തില്. കണ്ടാ ആ മരം ഇങ്ങനെ ആടി ഒലയുക. എൻ്റെ കൂട്ടുകാരി എന്നെ സ്വിമ്മിങ്ങിന് വിളിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അസലായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൂളിൽ ഇറക്കുമോയെന്ന് എനിക്കറിയില്ല. അവിടുത്തെ എപ്പോഴും സെക്യൂരിറ്റി ഗാർഡും ആൾക്കാരൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ. അപ്പോൾ ഇറക്കുമെങ്കിൽ ഒന്ന് മഴയത്തൊന്ന് പോയിട്ട് സ്വിമ്മിങ്ങിൽ. പക്ഷെ സ്വിമ്മിംഗ് പൂളിൽ എപ്പോഴും വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ചൂടാക്കത്തില്ല ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ. ചിലയിടത്ത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം എപ്പോഴും ചൂടായിരിക്കില്ല, ഇവിടെ തണുപ്പാണ് വെള്ളത്തിന്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് മഴയൊക്കെ നനഞ്ഞ് അവരിറക്കുമെങ്കിൽ ഒന്ന് സ്വിമ്മൊക്കെ ചെയ്തിട്ട് വരാം. എന്തായാലും മഴ നനയുന്നുണ്ട്, അതിനെ അവിടെ സംഭവം വേണ്ടല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അവർ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കിയില്ല, പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ താഴെ പോയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനായിരുന്നു ഉദ്ദേശം. ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട്, പക്ഷെ അവർ പാട്ട് മഴ ആയതുകൊണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ ചുമ്മാ നിന്ന് അവിടെ വെള്ളത്തിലൊക്കെ ചവിട്ടി കുറേ നേരം മഴ എൻജോയ് ചെയ്തു. അങ്ങനെ
അടിപൊളിയായിരുന്നു. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മഴ എൻജോയ് ചെയ്തു. മഴയത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാഗിയും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എന്താണ് ഇത്ര വലിയ എക്സൈറ്റ്മെന്റ്, എന്താണ് ഇത്ര വലിയ വണ്ടർ അടിക്കുന്നത്. പക്ഷെ സത്യമായിട്ടും കേരളത്തിൽ അത്രയും മഴയൊന്നും ഇവിടെ ഇല്ല. അപ്പം ഇവിടെ ഇപ്പോഴാണ് മഴയൊക്കെ, അന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ചെറുതായിട്ട് മഴ പെയ്തപ്പോൾ, ഇനിയിപ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര സന്തോഷം നമുക്ക് മഴ പെയ്യുന്നത്. അത്ര ഡ്രൈ ഏരിയ ആണല്ലോ നോർത്തിലോട്ടൊക്കെ. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് മഴ കണ്ടതിൻ്റെ ഒരു സന്തോഷം അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.